ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അഞ്ചപ്പത്തിലേക്ക് പ്രാർത്ഥനാപൂർവ്വ സ്വാഗതം. പ്രിയപ്പെട്ടവരെ, ബൾഗേറിയയിൽ ചില ശുശ്രൂഷകൾ ചെയ്യാൻ കർത്താവ് കൃപ നൽകിയിട്ടുണ്ട്. അവിടെ ഒരിക്കൽ ശുശ്രൂഷയ്ക്ക് പോയപ്പോൾ, ശുശ്രൂഷയൊക്കെ കഴിയുമ്പോൾ നമുക്കറിയാം കുട്ടികളാണ് പഠിക്കുന്നത്. അവരുടെ അപ്പാർട്ട്മെൻറ്റുകളിലൊക്കെയാണ് നമുക്ക് ഭക്ഷണമൊക്കെ ഒരുക്കി നൽകുന്നത്. നല്ല കഷ്ടപ്പാടുണ്ട്. അങ്ങനെ വൈകുന്നേരം ഭക്ഷണമൊക്കെ കഴിച്ചപ്പോൾ കുട്ടികൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കും. അങ്ങനെ അപ്പം പരിമിതമായ സാഹചര്യത്തിൽ അവർ തന്നെ താമസിക്കുന്ന റൂമുകളിലൊക്കെ അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ഒരു റൂമിൽ ഇങ്ങനെ മനോഹരമായി നല്ല വചനങ്ങളെല്ലാം എഴുതി വെച്ചിരിക്കുന്നു യേശുവെക്കുറിച്ചൊക്കെ. അപ്പോൾ ഞാൻ ചോദിച്ചത് വളരെ മനോഹരമായിരിക്കുന്നല്ലോ, കൊള്ളാമല്ലോ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഈ കുട്ടി ഇങ്ങനെയാണ് പറയുന്നത്, ബ്രദർ ഓർക്കുന്നില്ലേ, കുറേ വർഷങ്ങൾക്ക് മുമ്പ് ധ്യാനത്തിൽ പറഞ്ഞു തന്ന കാര്യങ്ങളാണ് അതിൻ്റെ ഹൃദയത്തിലുണ്ട്, അതാണ് ഞാൻ ഇങ്ങനെ എഴുതി വെക്കാനൊക്കെ കാരണമായി എന്ന് പറയുകയാണ്. ഈശോയ്ക്ക് മഹത്വം. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വചനം അത് നമ്മൾ പങ്കുവയ്ക്കുമ്പോൾ, നമ്മളത് പഠിക്കുമ്പോൾ, കേൾക്കുമ്പോൾ, മനസ്സിലാക്കുമ്പോൾ ഇതിൻ്റെ ഫലങ്ങൾ അനേക മേഖലകളിൽ, അനേക സാഹചര്യങ്ങളിൽ സംഭവിച്ചുകൊണ്ടേയിരിക്കും. കാരണം ദൈവത്തിൻ്റെ വചനം ജീവനുള്ളതാണ്. ഇന്ന് നമ്മൾ പ്രത്യേകമായി യേശുക്രിസ്തു തന്നെക്കുറിച്ച് ലോകത്തോട് പറഞ്ഞ, താൻ ആരാണെന്ന് അവകാശപ്പെട്ടുകൊണ്ട് തന്നെ വെളിപ്പെടുത്തിയ 7 സുപ്രധാനമായ പ്രഖ്യാപനങ്ങളാണ് നമ്മൾ പങ്കുവയ്ക്കുക. നിങ്ങൾക്കൊരു ഹോംവർക്ക് നൽകുകയാണ്. ഈ ക്രിസ്മസിന്റെ ദിവസങ്ങളിൽ ഈ വചനങ്ങൾ നിങ്ങൾ എഴുതി വയ്ക്കണം. മനോഹരമായി എഴുതി വെച്ച് ഇത് നിങ്ങളുടെ വീടിന്റെ പല ഭാഗങ്ങളിലെല്ലാം ഒട്ടിച്ചു വയ്ക്കണം. ഇത് നിരന്തരം കാണണം, കേൾക്കണം, ആവർത്തിച്ച് പ്രഖ്യാപിക്കണം. ദൈവവചനം ഇപ്രകാരം നമ്മുടെ ജീവിതത്തിൽ സ്വീകരിക്കുന്നത് വലിയ അനുഗ്രഹത്തിന്, ആത്മീയ വളർച്ചയ്ക്ക്, ആത്മീയ സൗഖ്യത്തിന് കാരണമായി മാറും. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 35-ാം തിരുവചനത്തിൽ ഈശോ പറയുകയാണ്, ഞാനാണ് ജീവന്റെ അപ്പം, എന്റെ അടുക്കൽ വരുന്നവന് ഒരിക്കലും വിശക്കുകയില്ല, എന്നിൽ വിശ്വസിക്കുന്നവന് ദാഹിക്കുകയുമില്ല. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 12-ാം തിരുവചനം യേശു പറയുകയാണ്, ഞാനാണ് ലോകത്തിന്റെ പ്രകാശം, എന്നിൽ വിശ്വസിക്കുന്നവൻ അന്ധകാരത്തിൽ നടക്കുകയില്ല. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 9-ാം തിരുവചനത്തിൽ ഈശോ പറയുകയാണ്, ഞാനാണ് വാതിൽ, ഞാനാണ് ആടുകളുടെ വാതിൽ. 10-ാം അധ്യായം 11-ാം തിരുവചനത്തിൽ ഈശോ പറയുകയാണ്, ഞാനാണ് നല്ല ഇടയൻ, നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി ജീവൻ ബലിയർപ്പിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 25-ാം തിരുവചനത്തിൽ ഈശോ ലോകത്തോട് പ്രഖ്യാപിക്കുകയാണ്, ഞാനാണ് പുനരുത്ഥാനവും ജീവനും. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 6-ാം തിരുവചനം, ലോകത്തിന്റെ വലിയ പ്രാർത്ഥനകൾക്ക്, ഭാരതത്തിന്റെ പ്രാർത്ഥനകൾക്ക് വിശുദ്ധ ബൈബിൾ ഉത്തരം നൽകുകയാണ്. യേശു പറഞ്ഞു, ഞാനാണ് വഴിയും സത്യവും ജീവനും, ഞാനാണ് വഴിയും സത്യവും ജീവനും, എന്നിലൂടെ അല്ലാതെ ആരും പിതാവിന്റെ അടുക്കലേക്ക് വരുന്നില്ല. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 1-ാം തിരുവചനം യേശു പറയുകയാണ്, ഞാനാണ് സാക്ഷാൽ മുന്തിരിച്ചെടിയും എന്റെ പിതാവ് കൃഷിക്കാരനുമാണ്. പ്രിയപ്പെട്ടവരെ, യേശു പ്രഖ്യാപിക്കുന്ന ഈ മനോഹരമായ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ സ്വീകരിക്കണം. ജീവന്റെ അപ്പമായ യേശുവിനെ സ്വന്തമാക്കുമ്പോൾ, ജീവന്റെ അപ്പത്തെ നമ്മൾ സ്വീകരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിന് അത് വലിയ ഔഷധമായിട്ട് മാറുന്നു. ലോകത്തിന്റെ പ്രകാശമായ ക്രിസ്തു നിന്റെ ജീവിതത്തിന്റെ പ്രകാശമാകുമ്പോൾ നിന്റെ ജീവിതത്തിലെ അന്ധകാരങ്ങൾ വിട്ടുമാറുന്നു. യേശുവാകുന്ന വാതിലൂടെ പ്രവേശിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ടാകുമ്പോൾ നീ യഥാർത്ഥമായ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നു. യേശുവാകുന്ന നല്ല ഇടയന്റെ പരിചരണത്തിൽ, പരിപാലനത്തിൽ, നയിക്കപ്പെടലിൽ നിന്റെ ജീവിതത്തെ വിട്ടുകൊടുക്കുമ്പോൾ നിന്റെ ജീവിതം ഏറ്റവും സുരക്ഷിതത്വമായ കരങ്ങളിലേക്ക് കടന്നു ചെല്ലുന്നു. പുനരുത്ഥാനവും ജീവനുമായ യേശുവിന് നിന്റെ ശരീരത്തിനും മനസ്സിനും ആത്മാവിനും സൗഖ്യം നൽകാൻ, ജീവൻ നൽകാൻ, വിടുതൽ നൽകാൻ യേശു മതിയായവനാണ്. യേശുവാകുന്ന സത്യം, ആ സത്യത്തിന്റെ സ്വാതന്ത്ര്യം നിന്റെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ, ആ വഴിയിലൂടെ നടക്കുമ്പോൾ നിന്റെ ജീവിതം ഏറ്റവും സുന്ദരമായ വഴിയായി മാറുന്നു. യേശുവാകുന്ന മുന്തിരിച്ചെടിയുടെ ഭാഗമായി തായ്തണ്ടിനോട് ഒട്ടി നിൽക്കുമ്പോൾ നിന്റെ ജീവിതം നിരന്തരം ധാരാളം ഫലങ്ങൾ പുറപ്പെടുവിച്ചുകൊണ്ടിരിക്കും. യേശുവിന്റെ ജീവൻ, യേശുവിന്റെ പ്രകാശം, യേശുവാകുന്ന സത്യം, യേശുവാകുന്ന സമൃദ്ധി എല്ലാം നമ്മുടെ എല്ലാവരുടെയും ജീവിതങ്ങളിൽ നിറയപ്പെടട്ടെ, ഭവനങ്ങളിൽ നിറയപ്പെടട്ടെ, കുഞ്ഞുങ്ങളിൽ നിറയപ്പെടട്ടെ. ഈ ആഗമന കാലത്ത് പരിശുദ്ധമായ വചനങ്ങളുടെ അത്ഭുതകരമായ സൗഖ്യം അഞ്ചപ്പം ശ്രവിക്കുന്ന എല്ലാ കുടുംബങ്ങളിലും സംഭവിക്കട്ടെ എന്ന് ഒത്തിരി സ്നേഹത്തോടെ പ്രാർത്ഥിക്കുന്നു. ആമേൻ.